ഇറാൻ ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ കോളേജ് തുറക്കുന്ന സമയത്താണ് ഇറാനിൽ ഒരു 12 ദിവസം നീണ്ടുന്ന യുദ്ധം ഇസ്രായേലുമായിട്ട് നടക്കുന്നത്. അതിനുശേഷം ഇറാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അല്ല എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇറാൻ ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഇറാൻ എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രതീക്ഷാ നിർഭരമാണ് എന്ന് പറയാം. ഒരു റോ കൺട്രിയാണ്, ഒരു ടെററിസത്തിന്റെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. പ്രോക്സികൾ ഉണ്ടായിരുന്നു. എച്ച് എന്ന് പറഞ്ഞു പോകുന്ന ഒരു രാജ്യമായിരുന്നു. ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി, പിന്നെ ഇറാഖിലെ ഷിയ മിലിഷ്യ, അവിടുത്തെ ഷിയ മിലിഷ്യ, സിറിയയിൽ അസദ്, അങ്ങനെ മൊത്തത്തിലൊരു ഭീകര നെറ്റ്വർക്ക് അഭിമാനപൂർവ്വം അന്തസ്സോടെ നടത്തിക്കൊണ്ടിരുന്ന ഇറാൻ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ളതാണ്. അത് ന്യൂക്ലിയർ സൈറ്റുകൾ സ്ട്രൈക്ക് ചെയ്തു. ആദ്യം ഇസ്രായേൽ അടിച്ച് പൾപ്പാക്കി. അതിനുശേഷം അമേരിക്ക ഫോഡോയിലും ഇസ്ഫഗാനിലും നഥാൻസിലും നിർണായകമായിട്ടുള്ള അടി അമേരിക്ക നടത്തി. അതിനുശേഷം ഇറാൻ എന്താണ് ചെയ്തത്? എല്ലാ കരാറുകളിൽ നിന്ന് പിന്മാറുന്നു. IAEA പറയുന്നു, ഞങ്ങൾ ഇനി നിങ്ങളോട് യാതൊരു സഹകരണത്തിനുമില്ല, നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല. ഇതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇറാൻ മെല്ലെ പഴയ പറഞ്ഞതും മാറി നിന്നതും എല്ലാം വിഴുങ്ങിക്കൊണ്ട് ഒരു മര്യാദ രാമനെ പോലെ, ഒരു നല്ല കുട്ടിയെ പോലെ ഇറാൻ മുന്നോട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മിതത്വം, വാചകത്തിലും വാക്കുകളിലും ഒക്കെ ഒരു മിതത്വം, ഒരു ഭാഷയ്ക്ക് ഒരു ശുദ്ധി കൈവന്നിരിക്കുന്നു. അതെല്ലാത്തിലും കാണാൻ കഴിയും. പഴയതുപോലെ ഇങ്ങനെ ഇസ്രായേലിന്റെ നാശം 2040 എന്ന് പറഞ്ഞ് ബോർഡും വെച്ച് നിൽക്കുകയും നിരന്തരം ഇസ്രായേലിനെതിരെ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ഫ്രൻസീഡ് മൂഡിൽ നിന്ന് കുറെ കൂടെ റെസ്ട്രെയിൻഡ്, റെക്കൺസിലിയേഷൻ, ഡിസിപ്ലിൻഡ് മൂഡിലേക്ക് പറഞ്ഞാൽ പഴയ ഈ റൗഡികളൊക്കെ അവരുടെ അവസാന കാലഘട്ടത്തിലൊന്ന് ഒതുങ്ങുമല്ലോ, ആ രീതിയിൽ ഒരു മിതത്വം, ഒരു ഡിപ്രഷൻ മോഡിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഉള്ളത്. ഇറാൻ ഇപ്പോൾ IAEA ആയിട്ട് വീണ്ടും ചർച്ചയ്ക്ക് പോയി. കെയ്റോയിലായിരുന്നു ചർച്ച. ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി അതിന് സാക്ഷ്യം വഹിച്ചു, അല്ലെങ്കിൽ മധ്യസ്ഥ വഹിച്ചു. റാഫേൽ ഗ്രോസി അവിടെ വന്നു, അബ്ബാസ് അർഗാച്ചി അവിടെ വന്നു, ചർച്ച ചെയ്തു. വീണ്ടും നിങ്ങൾ വന്നോ, നിങ്ങൾ ഇതൊക്കെ പരിശോധിച്ചോളൂ, അടികൊണ്ട സൈറ്റുകളും പരിശോധിച്ചോളൂ എന്നൊക്കെ ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ വലിയ വലിയ വിഷയങ്ങളൊക്കെ, ഇപ്പൊ ഹമാസ് അവിടെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോരാട്ടം നീളുമ്പോൾ ഹമാസിനെ പ്രോജ്വലിപ്പിക്കാൻ ഇറാന് പ്രസ്താവനകൾ കൊണ്ടുകൂടി കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഹൂതികൾ അടി വാങ്ങിച്ച് വശം കെട്ട് കിടക്കുമ്പോഴും ഹൂതികൾക്ക് വേണ്ടി കുറെ നല്ല പ്രസ്താവന, നല്ല കുറെ മുഴുത്ത ചക്ക എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രസ്താവനകൾ ഇറക്കാൻ പോലും ഇറാന് കഴിയുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. പിന്നെ ആയത്തുള്ള അലി കൊമേനി എന്ന് പറയുന്ന ഒരാൾ ഒരു മരീചികയോ മിസ്റ്ററിയോ ആയിട്ട് അകത്തോ പുറത്തോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. ഇറാൻ മൊത്തത്തിൽ അടികൊണ്ട ചേരയെ പോലെ, ഒരു റിട്ടയർഡ് ലൈഫ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ കുറച്ച് മര്യാദയിലേക്ക് പോകുന്നുണ്ട്. ക്വയറ്റ് ആൻഡ് റെസ്ട്രെയിൻഡ്, കുറെ ശാന്തരാണ്, കുറച്ച് മിതത്വമൊക്കെ വന്നിട്ടുണ്ട്. അൺലൈക്ക് ഇറ്റ്സ് പാസ്റ്റ് സ്റ്റൈൽ, ദേ ആർ ഫിയറി സ്പീച്ച്. പഴയ കണക്കുള്ള തീ പിടിക്കുന്ന പ്രസംഗങ്ങളും പ്രതികാര മുദ്രാവാക്യങ്ങളൊന്നും ഇറാൻ അധികം പറയുന്നില്ല. ഒരു അടിയൊക്കെ കഴിഞ്ഞ് കുഴമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നോ ഗ്രാൻഡ് സ്റ്റാൻഡിങ് അറിയാലോ, ഞങ്ങൾ നന്മയുടെ പ്രതീകമാണ്, ഇസ്രായേൽ ഈവിളാണ്, അതാണ് ഇതാണ്, അങ്ങനെയൊക്കെയുള്ള സംഗതി ഒന്നും ഇല്ല. ആൻഡ് ഈവൻ സർപ്രൈസിങ് വില്ലിംഗ്നെസ് ടു കോപ്പറേറ്റ് വിത്ത്. മാത്രമല്ല IAEA ഇനി മേലെ അവിടെ കയറി പോകരുത്, നീയൊക്കെ പൊയ്ക്കോണോ എന്ന് പറഞ്ഞ് അടിച്ചു വീണ്ടും അവരുടെ പുറകെ ചെല്ലുന്നു. ഞങ്ങളെ വീണ്ടും നിങ്ങൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ ഒന്ന് ചെയ്യായിരുന്ന. ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഞാൻ കേട്ടു. ഇത് ഈ IAEA ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിൽ ഇറാന്റെ പ്രതിനിധി പറയുകയാണ്, ഞങ്ങളെല്ലാം തുറന്നു തരാം, നിങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിച്ചോളൂ, ഞങ്ങൾ എൻറിച്ച്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരണം, ഇസ്രായേൽ വീണ്ടും അടിക്കില്ല, ഇസ്രായേലും അമേരിക്കയും വീണ്ടും അടിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരണം. എന്റെ പൊന്ന് ഇറാനെ, എന്തൊക്കെയായിരുന്നു. പിന്നെ അതുപോലെ അവരെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കരിനാഗങ്ങൾ, ഫണങ്ങൾ, ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, ഇതൊക്കെ വളരെ, ഹിസ്ബുള്ളയൊക്കെ എന്തു ചെയ്യുന്നെന്ന് അന്വേഷിക്കാൻ പോലും ഒരു കോള് പോലും നടത്തുന്നില്ല. എത്ര പെട്ടെന്നാണ് ലോകത്തെ ഈ ജിയോ പൊളിറ്റിക്സ് ഇവിടെ മാറി മറിഞ്ഞത് എന്നുള്ളതാണ്. പിന്നെ സിറിയയിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയായിരുന്നു. ഹിസ്ബുള്ള വഴി ഇറാനും. ഹിസ്ബുള്ളയും ഇല്ല, ഇറാനും ഇല്ല, അസദും ഇല്ല, ഒന്നുമില്ല. അവിടെ വേറെ ഒരു അൽഖ്വയ്ദക്കാരൻ കയറിയിരിപ്പുണ്ട്. അവനാണെങ്കിൽ
എങ്ങനെ അലവൈറ്റുകളെ കൊന്ന് തള്ളാം, ഡ്രൂസുകളെ കൊന്ന് തള്ളാം, കുർദുകളെ കൊന്ന് തന്നെ, എങ്ങനെ മൊത്തം സുന്നി ഭൂരിപക്ഷം മാത്രം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഒന്നാന്തരം മതഭ്രാന്തനാണ് അവിടെ ഇരിക്കുന്നത്. അതും ഇറാന് വലിയ തട്ടുകേടാണ്. ഇറാൻ ഷിയ ആണല്ലോ.